നമസ്കാരം, എല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒച്ച മാറിയിരിക്കുന്നത് ഇന്നലെ ഞാൻ ഞാൻ പോലും അറിയാണ്ടാണ് ഉറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ ജനലടയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ ഉള്ള തണുപ്പ് മുഴുവൻ കയറിയിട്ട് ഒച്ചയൊക്കെ മാറിയിട്ടുണ്ട്. ജലദോഷം ആവാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആയാലും നമ്മളങ്ങോട്ട് പറ്റും. നമ്മുടെ കയ്യിൽ സാധനങ്ങൾ മരുന്ന് എത്തിയിട്ടുണ്ട്, നാട്ടിൽ നിന്ന് ലേഹ്യവും എല്ലാ സാധനവും എത്തിയിട്ടുണ്ട്. വരാതിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ പരിപാടി പിന്നെയും ജോലിക്ക് പോക്ക്. ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്പനിയിൽ എൻ്റെ മുകളിൽ നിൽക്കുന്ന മുതലാളിമാരുണ്ട്. അതായത് നമ്മളുടെ ടാസ്കുകളൊക്കെ ഇത് ചെയ്ത് തരുമല്ലോ, സെറ്റ് ചെയ്ത് തരേണ്ട പുള്ളിക്കാരൻ നമുക്ക് വേറെ കുറേ ടാസ്ക് ജോലി തുടങ്ങുന്നതിന് 1 മണിക്കൂർ, അതായത് ഇപ്പം പോയിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ ജോലി തുടങ്ങുമല്ലോ, അപ്പോൾ എക്സ്ട്രാ ആൾക്കാർ ആവശ്യമുള്ള ഒരു ലോഡ് പരിപാടി ഇട്ടേക്കണം. എന്നിട്ട് പറയുന്നത് പുള്ളിയുടെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി, എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല, എന്തെങ്കിലും ചെയ്യണം, എന്നെക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് വെളുപ്പിന് 1 മണിക്ക് മോട്ടിവേഷൻ ചെയ്തേക്കണം. ഞാൻ അപ്പോഴേക്കും ഉറങ്ങിപ്പോയതുകൊണ്ട് ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. ആ ട്രാമിൻ്റെ ഒച്ച നിങ്ങൾ കേൾക്കണ്ട. വെളുപ്പിന് 1 മണിക്ക് അയച്ചിട്ട് ഞാൻ ഇപ്പോൾ 4 മണിക്ക് കണ്ടു. ഞാൻ പറഞ്ഞ് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടൂല. ഇത് ഒന്നല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞിട്ട് ഞാൻ ആൾക്കാരെ അറേഞ്ച് ചെയ്യാൻ നോക്കിയാലേ, ഇപ്പം പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പിന്നെയും മോട്ടിവേഷൻ, പറ്റിപ്പോയി, എങ്ങനെയും സോർട്ടേ. ഞാൻ പുള്ളിയോട് പറഞ്ഞു പറ്റില്ല, കാരണം എനിക്കിപ്പോൾ എക്സ്ട്രാ വർക്ക് ചെയ്തിട്ട് എനിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളും ഇല്ല. നമ്മൾ ഓവറായിട്ട് തള്ളിക്കൊടുത്തിട്ടും നമുക്കൊന്നും കിട്ടാനില്ല. നമുക്ക് എന്തൊക്കെയാണ് ഇട്ടേക്കണേ അത് മര്യാദയ്ക്ക് ചെയ്തു പോകുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒക്കെയും കൂടി തള്ളിക്കൊടുക്കാൻ നിന്നാൽ, കമ്പനിക്ക് തള്ളിക്കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. കിട്ടുമായിരിക്കാം, പക്ഷെ കിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമായ പരമമായ സത്യമാണ്. അതങ്ങനെയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഉള്ളിലെ മോട്ടിവേഷനോളി ഒന്ന് ഉണർന്നു. അതായത് പുള്ളി ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക ശരിയാക്കാൻ പറഞ്ഞ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തെറ്റ് പറ്റിക്കോട്ടെ, അത് ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഇവർ ആക്സെപ്റ്റ് ചെയ്യാണ്ട് പിന്നെയും ആൾക്കാരെ കൂട്ടി മറിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഞാൻ അറേഞ്ച് ചെയ്യാൻ നിൽക്കണം. അത് ഈ വെളുപ്പിന് 4 മണിക്ക്. അറ്റ്ലീസ്റ്റ് ഇന്നലെ രാത്രി ഉമ്മാരൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇതിപ്പോൾ എൻ്റെ ഫോൾട്ടല്ല, ഇത് കമ്പനിയുടെ ഫോൾട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജോലിക്ക് പോകാം. കാലത്ത് തന്നെ ഓരോരോ ആചാരങ്ങളെ എൻ്റെ അടുത്ത് ഇപ്പം ഓൾറെഡി എൻ്റെ 2 ആൾക്കാർ ഷോർട്ടാണ്. അപ്പോൾ ആ ഒരു ഷോർട്ടേജ് ഉണ്ട്. അതിൻ്റെ കൂടെ 2 പേരും കൂടി കാലത്ത് 4 മണിക്ക് വിളിച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫോട്ടോഗ്രാഫറിനെ പിടിക്കണം, 2 അസിസ്റ്റൻറ്റിനെ പിടിക്കണം, 2 ഫോട്ടോഗ്രാഫറിനെ പിടിക്കണം, 2 അസിസ്റ്റൻറ്റ് പിടിക്കണം. എന്ത് വെള്ളരിക്കപ്പെട്ടനോ. പിന്നെ അവന്മാരിന്ന് വിളിക്കുകയാണെങ്കിൽ തന്നെ അവന്മാർ പേയ്മെൻറ്റ് എക്സ്ട്രാ പറയുകയും ചെയ്യും. അതിപ്പോൾ 4 മണിക്ക് അവന്മാർ ഇപ്പോൾ വേറെ പ്ലാനൊന്നും ഇല്ലാണ്ടിരിക്കണം. നോക്കും, പക്ഷെ തീവ്രമായി ശ്രമിക്കില്ല. കാരണം ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളെ അസൈൻ ചെയ്ത കാര്യം നമ്മൾ ചെയ്യുക. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിന് പിന്നാലെ ചാടിത്തുള്ളി നടന്നാൽ ചിലപ്പോൾ മുങ്ങിപ്പോവും. കാരണം പുള്ളി പറഞ്ഞിട്ട് പോയി, ഇനി തെളിവൊന്നുമില്ല. എന്തെങ്കിലും ഒരു പിഴയോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാനാണല്ലോ ചെയ്തേ, നേരെ ഒക്കെ കൂടെ എൻ്റെ തലയിൽ വരും. അപ്പോൾ നോക്കിയും കണ്ടും ഇറങ്ങുക, പണി മേടിക്കാതിരിക്കുക, ആരുടെ എന്താണെന്ന് പറഞ്ഞാലും. അപ്പോൾ ജോലിക്ക് പോകും. കാലത്തെ യുദ്ധം പരിപാടികളൊക്കെ കഴിഞ്ഞു. അവസാനം എല്ലാം ശുഭത്തിലെത്തിയോ എന്ന് ചോദിച്ചാൽ ഒരു 50% ഞാൻ ശുഭത്തിലെത്തിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളടുത്തൊരു കാര്യം പറഞ്ഞതല്ലേ, നമ്മളൊന്ന് ശ്രമിച്ചു നോക്കി. ശ്രമം ചെറിയ രീതിയിൽ വിജയിച്ചു. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ഇവിടെ വരുത്തേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യൽ കൂടെ ഒന്നുകൂടി കാണിച്ചു കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ 2 പേയാണ് പ്ലാൻ ചെയ്തത്. എൻ്റെ അടുത്ത് 2 പേയും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞു. കാലത്ത് വെളുപ്പിന് 5 മണിക്ക് ഞാൻ ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനും കൂടി ഷൂട്ട് ചെയ്താൽ 4 ആവും. പക്ഷേ എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ വയ്യ. ഐ എം മെൻ്റലി നോട്ട് പ്രിപ്പയർഡ്. അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല. അതുകൊണ്ട് ഞാനും കൂടി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണ വിജയവും. പക്ഷേ അത്രയും വിജയം തള്ളിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാലത്ത് വന്നു. കാലത്തെ വെടിക്കെട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു സമയമായിട്ടുണ്ട്. എന്തൊക്കെയായാലും ഞാൻ ഇന്നിവിടെ ജോലിയുള്ളവരൊക്കെ കാണിച്ചു തരാം. അവരെന്താ ചെയ്യണേന്നൊന്നും കാണിക്കണില്ല, എന്നാലും ഒരു ചെറിയ പരിപാടിയിൽ അവരെന്താ ചെയ്യണേന്നൊക്കെ കാണിച്ചു തരാം. ആദ്യത്തെ ടീം ഇവർ 2 പേര്. How are you feeling, Alina? Great. Okay, good. Happy? And what about you, Asiya? Oh, why are you serious? I'm tired. Why are you tired? Because of shoes? Okay, bye. അടുത്ത 2 കൂട്ടർ ഇത് ഞാൻ സെറ്റ് ചെയ്തതാണ്. ഇവൻ എൻ്റെ പയ്യനെ. ഷിമോൻ, how do you feel working as an assistant for the first time? It's awesome because I have the best photographer in town. Oh my god. And she's the photographer. Yeah, I'm the best photographer. It's my first time as a full-time photographer. So
finger your cross your fingers. Okay. Finger your cross. Finger your cross for me. Okay, sir. Happy, feeling happy. Happy, happy, happy. Okay, thank you. Thank you. Work hard. Don't stress, just do what you can. ഇപ്പോൾ പുള്ളിക്കാരിക്ക് കുറേ കാലമായിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ആകണമെന്ന് തീവ്രമായ ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മളുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ നമുക്കൊണ്ട് ഒരു അവസരം വന്നപ്പോൾ നമ്മൾ ആ കുട്ടിക്കൊരു അവസരം കൊടുത്തു. കോളാക്കി കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഗോപിയാവും. എന്നാലും നമുക്ക് നോക്കാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണുണ്ട്. അതുകൊണ്ട് കോളാക്കില്ലാതെ നമുക്ക് പ്രതീക്ഷിക്കാം. നടന്ന് നമ്മൾ മൂന്നാമത്തെ ആളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ആളിതേ ഇവളാണ്. ഇവൾക്കിന്ന് ഡ്രസ്സ്, ബാക്കിയുള്ളവർക്ക് വേറെ സാധനങ്ങൾ. ഗിവ് മീ സം സ്പേസ്, ലെറ്റ് മീ ഷോ യു. ഇവൾ ഇവിടെ ഫോട്ടോ എടുക്കുന്നു. Lisa, how do you feel? I'm okay. Just okay? Yes. Don't throw the mic. And how do you feel, Maya? Okay. Okay. അവരിവിടെ പണിയെടുക്കുന്നു. ഇങ്ങനെ ഇത്രയും ആൾക്കാർ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഇത്രയും പേരേ ഉള്ളൂ. ഇത്തിരി കൂടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ പെട്ടാനെ. കാരണം മുകളിൽ എത്ര പേരുണ്ട് ഞാൻ മുകളിൽ പോയിട്ട് കാണിച്ചു തരാം. അത് അവിടെ ആരുമില്ല. അപ്പോൾ എന്തായാലും ആവട്ടെ. എന്തുകൊണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ തട്ടിക്കൂട്ടിയത് നിങ്ങൾക്ക് ചിന്തിക്കാൻ ചെറിയ രീതിയിലൊക്കെ സാധ്യതയുണ്ടാവും. കാര്യം ഇത്രയേ ഉള്ളൂ. തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കിയാൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, അത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൈഡിലാണ് ചെറിയ രീതിയിലൊരു 10%. ഞാൻ തെറ്റ് അവരുടെ ആണെന്ന് പറഞ്ഞെങ്കിലും തെറ്റ് ചെറിയ രീതിയിൽ എൻ്റെ പക്ഷത്തുമുണ്ട്. കാരണം ഇന്നലത്തെ പെൻഡൻസി പരിപാടികളൊക്കെ എഴുതണമെന്ന് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ഒരു ചെറിയൊരു തെറ്റ് വരുത്തി വെച്ചു. ഞാൻ ഒന്ന് കുറച്ച് എഴുതി. അപ്പോൾ അതിൻ്റെയാണ് പ്രശ്നങ്ങൾ മൊത്തത്തിൽ വന്നത്. ചെറിയൊരു പറഞ്ഞ് എഴുതാൻ പറഞ്ഞ. അപ്പോൾ മൊത്തം സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഒരു 50% ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ബാക്കി 50% നാളത്തേക്ക് മറ്റൊരു സോൾവ് ചെയ്തോളും. അതായത് 1-2 എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് ഇത്തിരി ടാസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല. തെറ്റുകൾ പറ്റും, നമ്മളത് ആക്സെപ്റ്റ് ചെയ്താൽ പ്രശ്നങ്ങളില്ല. കാലത്ത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബോധമില്ലായിരുന്നു, ഉറക്കത്തിൽ നിന്ന് ഇട്ടിട്ടുണ്ടായുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. നമ്മൾ അടുത്ത സോൾവ് ചെയ്യാനുള്ള പരിപാടി നോക്കി. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞ് മെയിലൊക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായ കയ്യിൽ നിന്ന് പോയിന്ന്. അപ്പം പിന്നെ അതിന് പറ്റുന്ന രീതിയിൽ ചെയ്തു. എൻ്റെ മുകളിലത്തെ മെയിൻ ടീമിൽ നിന്ന്, അതായത് ബാക്ക് എൻഡ് ടീമിൽ നിന്ന് ഒരുത്തനെ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി. അവൻ ആദ്യമായിട്ട് അവിടെ നിൽക്കണേ, അവനിറക്കി. പിന്നെ മറ്റേ പെങ്കൊച്ചു ലിവിയ, അവളാണെങ്കിൽ ആദ്യമായിട്ടാണ് ചെയ്യണേ. അവൾ കുറേ നാൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് കിടക്കണേ. അപ്പോൾ അവൾ വേറൊരാളുടെ കൂടെ ആയിരുന്നു അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ ഞാൻ അവളെ പിടിച്ച് ഫോട്ടോഗ്രാഫറാക്കി. പിന്നെ വേറൊരു പയ്യൻ വരാമെന്ന് പറഞ്ഞാൽ വന്നില്ല. അവനോട് വന്നിരുന്നെങ്കിൽ 4 പേർ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ സെറ്റായിരുന്നു. പക്ഷെ അവൻ വയ്യാണ്ടായി. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ വിചാരിച്ച് വേണ്ട, കാരണം പരീക്ഷ ഒക്കെ വരികയാണ്. കണ്ണിന് ഇത്രയും സ്ട്രെയിൻ കൊടുക്കാൻ പറ്റിയൊരു സമയമല്ല. ജോലിയൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ ആരോഗ്യവും എൻ്റെ മെൻ്റൽ ഹെൽത്തും കാര്യങ്ങളൊക്കെ കൂടി നോക്കണമല്ലോ. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ട് നമ്മൾ ഇപ്പം ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് തിരിച്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയും ആർഭാടാക്കിയാൽ മതി. ഇതിലും കൂടുതൽ ആർഭാടാക്കുന്നത് മോശമല്ലേ. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി മുകളിലേക്ക് പോയിട്ട് ബാക്കി പരിപാടികൾ നോക്കണം. കൂട്ടത്തിൽ ഇന്ന് പഠിത്തവും നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഞാൻ കാലത്തൊക്കെ ഇരുന്ന് പഠിച്ചായിരുന്നു. ഇപ്പോൾ സമയം ഏതാണ്ട് ഉച്ചയാവാറായിട്ടുണ്ട്. ഉച്ചയായിട്ടില്ല. പിന്നെ നല്ല തണുപ്പാണ്. ഇപ്പൊക്കെ പോകുന്നു കാണുന്നുണ്ട് നിങ്ങൾ എൻ്റെ വായന്ന്. പോകുന്നുണ്ടായിരുന്നു, ഇപ്പോൾ പോകുന്നില്ല. എന്തോ ഭാഗ്യമില്ല നിങ്ങൾക്ക് കാണാൻ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. താഴത്തെ ആൾക്കാരൊക്കെ കാണിച്ചു, പക്ഷെ മുകളിലും നമ്മുടെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. അവർ കാലത്തൊന്ന് പട്ടിപ്പണി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആ താഴത്ത് 3 ബേ വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഒരാളും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാരണം, സാഹചര്യം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഒരാളെ ഞാൻ താഴേക്ക് വിട്ടു. കുഴപ്പമില്ല, പയ്യനിരിക്കട്ടെ. പയ്യനും മാസം മണിക്കൂർ കുറവാണ്. അപ്പോൾ അവൻ ഇന്ന് പണി എടുത്തു കഴിഞ്ഞാൽ അവൻ ആവശ്യത്തിന് മണിക്കൂർ കിട്ടും. ഒരു 12-13 മണിക്കൂർ കിട്ടും. ഇവിടെ ബാക്കി ആൾക്കാരുണ്ട്. ബാക്കി ആൾക്കാരെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഡെന്റിസ്റ്റാണ്. പുള്ളിയുടെ കഥ പിന്നീട് വരും. പുള്ളിയുടെ ഒരു വെയിറ്റിംഗ് ആണ്. പുള്ളി ഇപ്പോൾ എന്തോ തിരക്കിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ദിവസം ആളുടെ വീഡിയോ എടുക്കാം, എങ്ങനെ പോളണ്ടിൽ വന്നിട്ട് ഡോണ്ട് ഡു ഇറ്റ് ഡെന്റിസ്റ്റായിട്ട് ജോലി ചെയ്യാം എന്നുള്ള സ്കീമൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആദ്യത്തെ പുള്ളി ദേ ഇരിക്കണു. കം ഓൺ, മൈക്ക് ഈസ് ഹിയർ. അപ്പോൾ പുള്ളി ദേ ഇവിടെ ഇരിക്കണു. രണ്ടാമത്തെ നമ്മുടെ ആമിസാറ് ദേ ഇരിക്കണു. അപ്പോൾ ഞങ്ങൾ 2 പേരുമാണ്. ഇവർ 2 പേരും പിന്നെ ആ പയ്യനും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ ആണ് കാലത്തെ പരിപാടികൾ സെറ്റ് ചെയ്തത്. ഇന്ന് ഞാൻ ചെയ്തു കേട്ടോ, സോറി. ഇന്ന് കാലത്ത് ഞാൻ കുറച്ച് നേരം ചെയ്തായിരുന്നു. ഇന്നലത്തെ അത്രയും ചെയ്തില്ല. ഇത്രയും പേരൊക്കെ കൂടിയാണ് ഇന്നത്തെ പടക്കളം സെറ്റ് ചെയ്തെടുത്തത്. കാത്തിരിപ്പിനൊടുവിൽ അവസാനം ബ്രേക്ക് ആയിട്ടുണ്ട്. നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ട്. മുടിയൊക്കെ പറക്കാറുണ്ടല്ലേ. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. ബ്രേക്ക് ഈ തണുപ്പത്തിരുന്ന് അങ്ങനെ നമുക്ക് കൂടാം. കുറേ ബ്രേക്ക് എടുത്ത് വന്നാലും നമ്മൾ ഫുഡ് കഴിക്കുന്ന ബ്രേക്ക്. അപ്പോൾ നമ്മൾ യൂഷ്വലായിട്ട് മേടിക്കുന്ന കബാബും പിന്നെ ഞാനും സെയിം സ്ഥലം. പക്ഷേ ഞാൻ മിക്കതും അകത്ത് കയറി ഇരിക്കും. പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പുറത്ത് ഒടുക്കത്തെ കാറ്റാണ്. എൻ്റെ മൈക്ക് വരെ നീങ്ങി കാറ്റ് കാരണം. അപ്പോൾ
ബ്രേക്കിൽ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഒരു ദിവസം ഞാൻ ഫുഡ് കൊണ്ടുവരും, ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച എനിക്കിത് ലോങ് ആയിരിക്കും. തിരിച്ചെന്നിട്ട് സമയം കിട്ടാറുണ്ട്, പക്ഷേ അവിടെ ഉറക്കം നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ പരിപാടി കൂടെ നിർത്തി. ഉറക്കം വേണം, കുറച്ച് കാശ് കൊടുത്ത് ഫുഡ് മേടിച്ച് കഴിച്ചാലും കുഴപ്പമില്ല, ഉറക്കം ശരിയാക്കിയേ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഒരു ദിവസം ഫുഡ് കൊണ്ടുവരും, ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി പരിപാടിയാണ്. ഇപ്പോൾ ഒരു ഹാഫ് ടൈമിലും കൂടുതലായിട്ടുണ്ട്. ഞാൻ ബ്രേക്ക് എടുക്കാൻ ഇത്തിരി വൈകി, കാരണം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പവർ ബാങ്ക് ആണെങ്കിൽ എടുക്കാനും മറന്നു. അപ്പോൾ കഴിച്ചിട്ട് അങ്ങനെ ദിവസം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നടന്ന കലാപരിപാടികളൊക്കെ നിങ്ങളും കണ്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ പരിപാടി വീട്ടിൽ പോക്ക്. കാലത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒക്കെ നമ്മൾ സോൾവ് ചെയ്തു, എല്ലാം നടത്തി മുന്നോട്ട് പോയി. എനിക്കറിയാൻ പാടില്ല, ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും അങ്ങാടിപ്പറമ്പിൽ നിന്ന് ട്രാം വരും, ദേ വരണം എൻ്റെ ട്രാം. അപ്പോൾ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതില്ലായിരുന്നു. ഇനി നമ്മുടെ പരിപാടി വീട്ടിൽ പോക്ക്. വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ. നല്ല ട്രാമായിരുന്നു, തുറന്നതിന് മുന്നേ തുറന്നു തന്നു. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, അല്ല മുൻവശത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ ജോലിക്കാര്യങ്ങൾ അങ്ങനെയായിരുന്നു മൊത്തത്തിൽ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ നമ്മളെല്ലാം നമ്മുടെ കൺട്രോളിൽ അങ്ങോട്ട് വരുത്തും. അങ്ങനെയാണല്ലോ നമ്മുടെ മലയാളികളുടെ ഒരു പൊട്ടൻഷ്യൽ. അപ്പോൾ വരുത്തി പരിപാടികൾ മൊത്തം നടത്തി കുശാലായിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ജോലി. 5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ചിലപ്പെട്ട ദിവസം ഞാൻ ഒരു ദിവസം പോകാൻ സാധ്യതയുണ്ട്, മീറ്റിംഗ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഒത്താൽ ഞാൻ പോവും, അറിയാൻ പാടില്ല. അതിന് മുന്നേ മുട്ടിയൊക്കെ നോട്ടി സുന്ദരക്കുട്ടരാവണം. അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് എന്തെങ്കിലും പരിപാടി ഇന്ന് ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നിങ്ങളെ കാണിച്ചു. വെള്ളം സിനിമയിലുള്ളൊരു ഡയലോഗില്ലേ, ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം. അത് ചെറിയ സംഭവമല്ല, അത് ആക്ച്വലി സത്യമാണ്. എന്തോ അതെനിക്ക് ഇന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡിയോയിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന പലവരും, ഇനീഷ്യലി ജോലി ചെയ്തിരുന്ന പലവരും ആദ്യം എന്നെ കളിയാക്കൽ, ഒറ്റപ്പെടുത്തൽ, അവഗണിക്കൽ, എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനപ്പോൾ ഒന്നും റിയാക്ട് ചെയ്യാൻ ഒന്നിനും പോയിട്ടില്ല. അവർ ഗ്രാജ്വലി അവരെല്ലാവരും ഇട്ടിട്ട് പോയി. അത് ഞാൻ കാരണം തന്നെ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെന്നെ അവഗണിപ്പിച്ച, എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും കളിയാക്കിയപ്പോഴും എല്ലാ സമയത്തും ഐ ജസ്റ്റ് മെയ്ഡ് ഷുവർ ദാറ്റ് ഈച്ച് ഡേ ഐ വാസ് ഗെറ്റിംഗ് ബെറ്റർ. അതുകൊണ്ട് തന്നെ അവർ ആ കിടന്നോട് തന്നെ ഉരുണ്ടപ്പോൾ ഞാൻ അവിടെ വളർന്നങ്ങോട്ട് പോയി. അവർ ഇരുന്നോട് തന്നെ ഇരുന്നപ്പോൾ അവരെ തന്നെ മാനേജ് ചെയ്യേണ്ട പൊസിഷൻ എനിക്ക് വന്നു. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ അവരുടെ കൂടെ ജോലി ചെയ്തു. അവർക്കത് പറ്റിയിരുന്നില്ല, അതുകൊണ്ട് അവർ ഇട്ടിട്ട് പോയി. അപ്പോൾ സംഭവം സിമ്പിളാണ്. ഇൻസൾട്ടഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു ടിപ്പ് കാര്യങ്ങൾ വരും, അത് നാച്ചുറലാണ്. അതിനെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക, പവറിൽ അങ്ങോട്ട് തിരിച്ചൊരു കംബാക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ വളർച്ച കണ്ട് അവർ അസൂയപ്പെട്ട് അങ്ങ് ഓട്ടിക്കോളും. അപ്പം അത്രേ ഉള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കുറേ ചാപ്റ്ററുകളുണ്ടാവും. സ്കൂൾ ലൈഫിലുള്ളൊരു ചാപ്റ്റർ, അത് കഴിഞ്ഞ് +1 +2 ചാപ്റ്റർ, അത് കഴിഞ്ഞ് കോളേജിലൊരു ചാപ്റ്റർ. എനിക്ക് കോളേജിലാണ് ചാപ്റ്ററുകളുടെ അയ്യരുകളി. അത് പല രീതിയിൽ പല വിധത്തിൽ. ഇപ്പം ഞാനിങ്ങനെ 2 കാലം ഉറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, ഏത് സിറ്റുവേഷൻ വന്നാലും പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ കോളേജ് ലൈഫിൽ മൊത്തത്തിൽ കിട്ടിയ, കഴിഞ്ഞിട്ടില്ല ഇനിയും കിടക്കാണ് വർഷങ്ങൾ, അപ്പം മൊത്തത്തിൽ കിട്ടിയ എക്സ്പീരിയൻസാണ്, അഥവാ ലെസൺസ്. നാട്ടിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുക. കോളേജിലുള്ള സമയത്ത് പഠിച്ചോളൂ നന്നായിട്ട്. ഒന്നല്ലേ നിങ്ങൾ നശിക്കും, അല്ലേ വളരും. അത് നിങ്ങളുടെ ഡിസിഷൻ അനുസരിച്ചിട്ടാണ്. ഞാൻ മുന്നേ ഡിസിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കയറി കണ്ടോ വീഡിയോസ്, കൂടെ കൂടിക്കോ. അപ്പോൾ ശരി, ബൈ. ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള ആരോഗ്യം തീരെയില്ല. പിന്നെ നമ്മൾ എന്ത് വിചാരിച്ചു, നമ്മുടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോവാം. അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് എന്തുകൊണ്ടും ഭാഗ്യമാണ്. അതുമല്ല, നാളെ ക്ലാസ് തുടങ്ങാനുള്ളൂ, ഫ്രഷായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ക്ലാസ് എപ്പോഴൊക്കെ തുടങ്ങുന്നോ അതൊരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് തുടങ്ങുന്നതാണ് എപ്പോഴും സേഫ്. അപ്പോൾ നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇന്നും നമ്മുടെ ബട്ടർ ചിക്കൻ മേടിച്ചു, അതേപോലെ ടിക്ക മസാല മേടിച്ചു, റൈസ് മേടിച്ചു. ഇതിന് മുന്നേ തന്തൂരി ചിക്കൻ ഉണ്ടായിരുന്നു, അത് വിശപ്പ് കാരണം ഷടപടയെന്ന് പറഞ്ഞ് കഴിച്ചു. ഇതും കഴിച്ചു തുടങ്ങി പകുതി ആയി കഴിഞ്ഞപ്പോഴാണ് നിങ്ങളോട് പറയാൻ മറന്നുപോയ കാര്യം ഓർത്തത്. ഇതൊക്കെ ഇനി കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം തീരുമാനമാവും. ഇത് വെച്ച് കഴിയുക, തിരിച്ച് വീട്ടിൽ പോവുക, കിടന്നുറങ്ങുക, നാളെ ക്ലാസ്സിൽ പോവുക, പുതിയ ദിവസം തുടങ്ങുക. അപ്പം അത്രയ്ക്കുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചു വയ്ക്കാതിരിക്കുക, പോയി കയ്യിൽ കാശിൻ്റെ അടിച്ച് പൊളിക്കുക. അപ്പം ശരി, ബൈ.